ഹലോ, ഞാൻ ഇവിടെ എത്തിയേ. മലപ്പുറം ജില്ലാ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയറീസ് ഫോറത്തിന്റെ സമാദരണീയായ അധ്യക്ഷൻ MK മുഹമ്മദ്, ഫോറത്തിന്റെ ഉപദേശക സമിതിയിൽ വളരെയേറെ സ്തുത്യർഹമായ സേവനം ചെയ്ത് നമ്മോടൊപ്പം നമുക്ക് ഊർജം നൽകുന്ന ആദരണീയനായ ഷംസുദ്ദീൻ സാർ, ഫോറത്തിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, റിട്ടയർഡ് ഫോറത്തിന്റെ 9ാമത് വാർഷിക ജനറൽ ബോഡിയിലാണ് നമ്മളുള്ളത്. ഈ സംഗമം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഫോറത്തിന് സജീവത നൽകുന്നതിനു വേണ്ടി നമ്മുടെ ജില്ലയിലെ മുഴുവൻ താലൂക്കുകളിലും നമ്മൾ ഇതിനു മുമ്പായി താലൂക്ക് തല സംഗമങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാർ അവരുടെ പ്രതിനിധിയായി വന്നിട്ടുള്ള സ്വാമി, മറ്റ് സഹപ്രവർത്തകരെ, ഇതിൻ്റെ ആദ്യത്തെ അജണ്ടയിൽപ്പെട്ടത് മരണപ്പെട്ട അംഗങ്ങൾക്ക് അനുശോചനവും അനുസ്മരണവുമാണ്. അതിനുവേണ്ടി ഞാൻ ബാബു പാലാട്ടിന് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ MK സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കഴിഞ്ഞ പൊതുസഭയ്ക്ക് ശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞ മഹത്തായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, ഈ കാലയളവിൽ വിട്ടുപിരിഞ്ഞത് 5 വ്യക്തിത്വങ്ങളാണ്. മഞ്ചേരി സ്വദേശിയായ ലീലാമ്മ ജോർജ്, മലപ്പുറം കാട്ടുങ്ങൽ സ്വദേശിയായ കമറുദ്ദീൻ K, എടക്കര സ്വദേശിയായ ശിവദാസൻ T, മലപ്പുറം സ്വദേശിയായ സുഗുണശങ്കരൻ, അകാലത്തിൽ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട CM അബൂബക്കർ എന്നീ 5 പേരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അവരെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ്. എല്ലാവരുമായും സൗഹൃദം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ഇങ്ങനൊരു പരിപാടിക്ക് വേണം ഉദ്ഘാടനവും മറ്റതും മറ്റുമൊക്കെ വേണം. ഔപചാരികമായ ഇത്തരം പരിപാടികളൊന്നും വേണ്ടല്ലോ. നമ്മൾ എല്ലാവരും തമ്മിൽ അറിയുന്നവരാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് കണ്ടുമുട്ടാണ്. പലരും എല്ലാവരും ഒരു വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഇന്ന് 86 വയസ്സായി കഴിഞ്ഞു. 86 വയസ്സ് ഞാനും പണ്ട് ആലോചിച്ചിരുന്നു. 86 വയസ്സ് വരുമ്പോൾ മനസ്സിൽ കാണുമ്പോൾ വലിയ ഒരു ബഹുമാനമാണ്. ഞാനിപ്പോൾ അവിടെ എത്തി. എന്ത് കാര്യമാണ് ഒരു അത്ഭുതമായിട്ട് എനിക്ക് പോകും. കാരണം 86 വയസ്സിലൊക്കെ എത്തുകയെന്ന് പറഞ്ഞാൽ ഞാനത് പഠിച്ചിട്ടില്ല. ഇനി എത്ര കൊല്ലം ജീവിക്കുന്ന എനിക്ക് അറിയില്ല. ഇനി പുതിയ അംഗങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഒന്ന്, പുതിയ അംഗങ്ങളിലേക്ക് കണ്ടല്ല പരിചയമുണ്ട്, ഇടയ്ക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടുത്തുള്ള കൂടെ ജോലി ചെയ്ത പരിചയമില്ല. എന്നാലും ഞാൻ കിട്ടിയ അറിവുകൾ വെച്ച് പറയാണ്. ഒന്ന്, നമ്മുടെ സുനിൽ കുമാർ. അദ്ദേഹം നടുവത്ത് സ്വദേശിയാണ്. പിന്നെ ഇടുക്കി ജോയിന്റ് ഡയറക്ടറായിട്ടാണ് പിരിഞ്ഞത്, ഓഡിറ്റ് ജോയിന്റ്. ഒന്ന് എണീറ്റ് നിന്നാൽ അവരെ സ്വീകരിക്കുന്നു. ഇടിച്ചുമ്പ അവർക്കുള്ളൊരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഒന്ന് മുന്നോട്ട് സെന്ററിലേക്ക്. ഒരു മിനിറ്റ് ഒന്ന് പിടിക്കും. രണ്ട്, ഹരിദാസൻ ഓ, വേങ്ങര സ്വദേശിയാണ്. മലപ്പുറത്ത് നിന്ന് AD ഓഡിറ്റ് ആയിട്ടാണ് പിരിഞ്ഞത്. അവർക്കുള്ള ഉപഹാരം ശാന്ത. മൂന്നാമത്തത് സന്ധ്യ, വള്ളിക്കുന്ന് സ്വദേശിനിയാണ്. തിരൂര് എയർ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററായിട്ട്. ഇവർക്കുള്ളത് ഗീത ഉപഹാരം. താങ്ക് യു. ഇത് എഴുതി തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് എളുപ്പപ്പണിയായതാണ്. 25/6/2025 കോട്ടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് ചേർന്ന വാർഷിക കൂടിയോടെ ഹാജരും നടപടിക്രമമാണ്. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നത് ശ്രീ T. മുഹമ്മദ് അഷ്റഫ്. ഇരുപത്തഞ്ച് 6/2025 മുതൽ 8/6/2026 വരെയുള്ള വരവ് കണക്കാണ്. വരവ് വർക്കിംഗ് ഫണ്ട് 95,700, ഡൊണേഷൻ 385, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 7,214, SB വിത്ത് മലപ്പുറം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 46,000. മലപ്പുറം ജില്ലാ സഹകരണ വകുപ്പ് റിട്ടയറീസ് ഫോറത്തിന്റെ 9ാമത് വാർഷിക യോഗത്തിൽ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട്. ആമുഖം. സഹകരണ വകുപ്പിൽ നിന്നും സഹകരണ വകുപ്പിൽ ജോലി ചെയ്ത് പിന്നീട് മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവരുടെയും ഒരു കൂട്ടായ്മയാണ് മലപ്പുറം ജില്ലാ സഹകരണ വകുപ്പ് റിട്ടയറീസ് ഫോറം. ചില കാര്യങ്ങൾ ആദ്യം തിരുത്തട്ടെ. ഒരുപാട് എന്നെക്കാൾ കൂടുതൽ യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അത് നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഞാനായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിൽ കൂടുതൽ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്.
195 രാജ്യങ്ങളാണ് ലോകത്താകെയുള്ളത്. ഞാൻ പോയത് 53 രാജ്യങ്ങളാണ്. ഇന്ത്യ മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. യാത്ര എന്തുകൊണ്ട് അല്ലെങ്കിൽ യാത്രകൾക്ക് പോകാനുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത്, ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതം തന്നെ യാത്രയാണ്. ഒരു വെറും കൈയോടെ വന്നവരാണ് നമ്മൾ. ഒരു സംശയമില്ല, തിരിച്ചു പോകുമ്പോഴും വെറും കൈയോടെ തന്നെയായിരിക്കും പോവുക. ഇവിടുന്ന് ഒരുപാട് വാങ്ങിക്കൂട്ടി സംഭരിച്ച് വെച്ചതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല എന്നുള്ള ഒറ്റ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് എന്ത് ക്രയവിക്രയം ചെയ്താൽ അതിവിടെ ഇട്ടേച്ച് പോകണം എന്നുള്ളതും അറിയാം. അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രം. ആ ചോദ്യത്തിന് എല്ലായിടത്തും ഒരു ഉത്തരമല്ലേ ഉള്ളൂ, അല്ലേ? നിങ്ങളുടെ പേര് ചോദിച്ചു, അത് എവിടുന്ന് ചോദിച്ചാലും എവിടുന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു ഉത്തരമല്ലേ പറയാനുള്ളൂ. നിങ്ങളുടെ അച്ഛൻ്റെ പേര് ചോദിച്ചു, ഒരു ഉത്തരമല്ലേ പറയാനുള്ളൂ. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് അമേരിക്കയിൽ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ മോദിജിയെ പറ്റിയേ പറയാം. ഒരു ഉത്തരവേ ഉള്ളൂ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അത് എവിടെയായാലും ഉള്ളൂ എന്നുള്ളത്. എന്നാൽ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം അത് കോമൺ ആണ്, വളരെ സിമ്പിളാണ്. ഞാൻ ഒരു ചോദ്യത്തിന് പലയിടത്തും പറഞ്ഞ ഉത്തരം വ്യത്യസ്തമാണ്. ആ ഉത്തരങ്ങളൊക്കെ ശരിയുമാണ്. ഒരു ചോദ്യത്തിന് ഞാൻ പല ഉത്തരം പറഞ്ഞു, പക്ഷെ ആ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, വേർ യു കം ഫ്രം, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ അന്ന് അതിന് അയാളോട് പറഞ്ഞ മറുപടി, ഞാൻ ഇന്ത്യയിൽ നിന്ന്. ഞാൻ കൊൽക്കത്തയിൽ എത്തിയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, വേർ യു കം ഫ്രം, നിങ്ങൾ എവിടുന്ന? ഞാൻ അയാളോട് പറഞ്ഞ മറുപടി, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഈ ചോദ്യം കൊച്ചിയിൽ നിന്നൊരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മഞ്ചേരിയിൽ നിന്നൊരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? അപ്പൊ ഞാൻ പറഞ്ഞ അരീക്കോട്ട് നിന്നാണ്. അരീക്കോട് നിന്നൊരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? ഞാൻ പറഞ്ഞു പത്തനാപുരം പള്ളിപ്പടിയാണ്. അപ്പൊ ഈ യാത്രകളിലാണ് നമുക്ക് ഇങ്ങനത്തേക്ക് അനുഭവം ഉണ്ടാവുക. വേറെ എവിടെയും നമുക്ക് വ്യത്യസ്തമായ ഉത്തരം പറഞ്ഞാലും ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത് ഉണ്ടാവില്ല. ഏതായാലും പിന്നെ ഒരു കാര്യം കൂടെ, ഈ സ്വീകരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, ഞാനിത് അറിയൂല്ല കേട്ടോ. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു തീരുമാനം, ഞാൻ ആ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നില്ല, ഞാൻ യാത്രയിലായിരുന്നു. അപ്പോൾ ഇത് അറിയില്ല എനിക്ക്. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഇത് വേണ്ടാന്നേ പറയുമായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് സ്വാഗതം പറയണ നേരത്തെ ഞാനിത് അറിഞ്ഞത്. സന്തോഷമാണല്ലേ, സന്തോഷമാണ്. പക്ഷെ നമ്മുടെയൊക്കെ സമയം കളഞ്ഞുകൊണ്ടുള്ള സ്വീകരണത്തിന് ഒരു വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ 96 മുതൽ 96 സർവീസിലുണ്ട്. 2006 സാറിനോപ്പിലേക്ക് വന്നത്. ഇത് 11 വർഷം ബ്ലോക്ക് ഓഫീസിൽ ഇന്റഗ്രേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്തു. 2006 ഈ സാറിനോപ്പിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രഭാര. ഞാൻ 2000 കാസർഗോഡാണ് ജോയിൻ ചെയ്തത്. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ സാറ് ശ്രീ സുനിൽകുമാറാണ്. അടുത്തത് സന്ധ്യ. പരിപാടിയിലേക്ക് ബഷീർ സാറ് വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഗുരുനാഥന്മാരെ എല്ലാവരെയും കാണാനോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാബുസാർ ഇവിടെ പറഞ്ഞതുപോലെ ഇനി അതിലെന്തെങ്കിലും കൂട്ടി പറഞ്ഞിട്ട് ഓരോരുത്തരും വെച്ചിട്ട് വീണ്ടും പഴയ ഒരവസ്ഥയിലേക്ക് അതിനെത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഫോറത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് വിനോദയാത്രകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് കൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും.
ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ സ്വന്തം അനുഭവം. നമ്മുടെ കൂടെ വന്ന യാത്രയിൽ വന്ന എല്ലാവർക്കും അതായിരിക്കും അനുഭവം എന്ന് ഞാൻ കരുതുകയാണ്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയതായിട്ട് എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു അത്യാവശ്യ കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് അഷ്റഫിനോട് ചോദിച്ചു, നമ്മുടെ മൊത്തത്തിലുള്ള പച്ചക്കറി കഴിക്കുക, ഒരു ക്യാരറ്റ് പച്ചക്കറി കഴിക്കുക, 2 കോഴിമുട്ട, അതല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ, രണ്ടായാലും പ്രോട്ടീൻ വളരെ ഇതാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു പുട്ടും കഷ്ണമോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലിയോ മാത്രമേ കഴിക്കേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ ആദ്യം കുട്ടുമ്പോൾ കാണിച്ചപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഇത് 4 5 ഒക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ ഫാറ്റി ലിവറിൽ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ അതിലേക്ക് മൂന്നാമത്തെ കാര്യമാണ് സപ്ലിമെന്റേഷൻ. ഹെൽത്ത് സപ്ലിമെന്റേഷൻ ഇസ് എ മസ്റ്റ്. നമ്മൾക്ക് ഊർജ്ജം ഉണവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള ആദ്യത്തേത് ഒന്ന് റീഡിംഗ് ആണ്. സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ, പോസിറ്റീവ് തിങ്കിങ് ബുക്കുകൾ പോലുള്ള ബുക്കുകൾ, അല്ലെങ്കിൽ പിന്നെ ഓരോ ഇതിൻ്റെ ഇതുണ്ടല്ലോ, നല്ല നോവലുകൾ, ഇങ്ങനത്തെ നല്ല നല്ല ഇതിനൊക്കെ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മളെ കിളി പാറും പറയും. നേരത്തെ നൗഷാദോട് സംസാരിച്ചപ്പോൾ പറയുന്ന ചില കാര്യങ്ങളിൽ നമ്മളെ കിളി പാറും. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു ബുക്കാണ് റോണ്ട ബേൺ എന്നുള്ള ഒരു ഓസ്ട്രേലിയൻ ലേഡിയുടെ ദി സീക്രട്ട്.